ഫൈനലി ഞങ്ങളങ്ങനെ മൂന്നാറിന്ന് കൊടൈക്കനാലിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ആഫ്റ്റർ ഡബ് ചെയ്ത വീഡിയോ ആണ്. ലോങ് വീഡിയോ നമ്മുടെ വ്ളോഗ് ടൈപ്പ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാനിപ്പോൾ ആഫ്റ്റർ ഡബ് ചെയ്യുകയാണ്. കാരണം കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കൊടൈക്കനാലിലെത്തി നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തത് ലക്സ് ഗ്ലാം പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 12 മിനിറ്റോളം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. റോഡ് ഈ ഒരു ഏരിയയിലുള്ള റോഡ് കുറച്ച് മോശമാണ്. കാരണം ഒരു കുന്നിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയ ഉടനെ അവർ സ്റ്റാഫ് വന്ന് നമ്മളെ ബാഗേജും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തു. നേരെ റിസപ്ഷനിൽ പോയി അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത്. ചെക്ക് ഇൻ 3 മണിക്കാണ് അവർ പറഞ്ഞത്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി, നെറ്റ് വർക്കൊന്നും ഇല്ല ഈ ഏരിയയിൽ. അപ്പം മാപ്പും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഈ കാണുന്ന നമ്മളെടുത്ത ഗ്ലാമ്പ് ഇവിടെ ഈ നമ്മുടെ ലഗേജും കാര്യങ്ങൾ അവിടെ അവരെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഈ കാണുന്ന ടേബിളാണ്, ഇതിൽ കോഫിയും ടീയും ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്, പിന്നെ 2 ചെയർ, ടീപ്പോയി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഫയർ. ഈ കാണുന്നത് ബാത്റൂമിൻ്റെ ബാക്ക് സൈഡ് ഈ ഗ്ലാമ്പിൻ്റെ അകത്ത് തന്നെയാണ്. പിന്നെ ഹീറ്റർ ഉണ്ട്, മിറർ ഉണ്ട്, ഹാങ്കർ ഉണ്ട്, പിന്നെ ചെറിയ സോഫ ഉണ്ട്, പിന്നെ നമ്മുടെ ടവൽ. ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ നോർമലി കാണുന്ന പോലെ വാഷ് ബേസ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് 2 ബ്രഷ് വരുന്നുണ്ട്, പേസ്റ്റൊക്കെ വരുന്നുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ ബാക്കിയെല്ലാം നോർമലാണ്. ഷാമ്പു കാര്യങ്ങൾ, സോപ്പൊക്കെ ഷാമ്പു ടൈപ്പിലാണ് ഇതിനകത്ത് വരുന്നുള്ളത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ ഗ്ലാമ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. പിന്നെ വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്ലാമ്പിൻ്റെ കേട്ടൺ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽസ് ആയിട്ട് നമുക്ക് കാണാം. കുറേ മലകൾ, പിന്നെ സൈഡ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ. പുറത്തേക്ക് പോവുകയാണെങ്കിൽ 2 ചെയറുണ്ട്, പിന്നെ ജഗ്ഗൂസി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബെഡൊക്കെ ഇട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങൾ. അതിന് എക്സ്ട്രാ 500 റുപ്പീസ് പേ ചെയ്യണം. പിന്നെ ഐശ്വര്യ ജഗ്ഗൂസി ഉണ്ട്, പിന്നെ വേറൊന്നും വേണ്ട. ഓളയിൽ വെള്ളം ഉണ്ടാക്കി ഓളയിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ഒരു വെള്ളം തണുപ്പ് പോകണം, നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ എടുക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾക്ക് അതിനൊന്നും ടൈമില്ല. അങ്ങനെ നേരെ ഓളെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് ഓളങ്ങനെ വെള്ളത്തിൽ കളിക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വെള്ളത്തിലിട്ട് ഓൾ വെള്ളത്തിൽ കളിച്ച് അടിപൊളി. ഞാൻ പിന്നെ നേരെ അകത്ത് കയറി ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ വേണ്ടി കുരങ്ങൻ മാറി. ഐഷോ ആണെങ്കിൽ ഓടി വന്നിട്ട് അവിടെ വാലിനാട് നിന്നിട്ട് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഡോർ തുറക്കില്ല, അവിടെ പുറത്ത് കുരങ്ങന്മാരുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് വന്നാലും തുറക്കില്ല എന്ന് പറഞ്ഞ് ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ചായയും രാത്രിത്തെ ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് അതിൽ ഒരു ടീയും 2 കോഫിയും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു സമൂസയും. സമൂസേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിൽ ഐശുവിന് ഒരു സമൂസ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ രണ്ടാമതും അവർക്ക് വേണ്ടിയിട്ട് സമൂസ ഓർഡർ ചെയ്ത് അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ അത് കൊണ്ട് തന്ന്. അതും കൊണ്ട് തുറക്കലും 2 സൈഡിൽ നിന്ന് കൈയും വന്ന് എല്ലാം തീർന്ന്. അങ്ങനെ ഐശുവിന് 2 സമൂസ ഒപ്പിച്ച് കൊടുത്ത് ഓളങ്ങനെ ആടെ ഇരുന്നിട്ട് സമൂസ കഴിച്ച് സമൂസയും ടീയും കുടിച്ചു. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി സ്റ്റാഫാണ്. പിന്നെ കോമഡി എന്ന് പറയുന്നത് ഈ കണ്ടോ, ഈ 2 ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ചപ്പലാണ്. അതിൽ ഐശുവിൻ്റെ ചപ്പലും വെച്ചിട്ട് ഇതിനകത്തുണ്ടായ ടവൽ എടുത്തിട്ട് ഓള് നേരെ അവിടെ ആങ്കറിൻ്റെ അവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് എയർടെലിനും ജിയോനും. അതും ഈ ഒരു സൈഡ് മാത്രം. ബാക്കി ഒരു നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്പീഡിലുള്ള വൈഫൈയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മളെ രാത്രി ക്യാമ്പ് ഫയറിന് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മറക്കാണ്ട് കാണണേ.